കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കണ്ണൂരാണ് കേട്ടോ സ്റ്റേ. ശരിക്കും കണ്ണൂർ ബൈപ്പാസിന്റെ എക്സ്പ്ലോർ ആണ്. ശരിക്കും കണ്ണൂർ മാഹിയല്ല, കണ്ണൂർ പാപ്പനശ്ശേരി തുടങ്ങി എടക്കാട് അവസാനിപ്പിക്കുന്ന കണ്ണൂർ ബൈപ്പാസ്, കണ്ണൂർ ടൗണുകൾ ബൈപ്പാസ് ചെയ്ത് വരുന്ന അതിമനോഹരമായിട്ടുള്ള എന്ന് വെച്ചാൽ ഗംഭീരം പ്രകൃതി ഭംഗി കൊണ്ട് സമ്പന്നമായ അതിഗംഭീരമായിട്ടുള്ള വിഷ്വലാണ്. ഇതിനൊരു ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ചെയ്തിട്ടുണ്ട്. പാപ്പനശ്ശേരി ബാങ്ക് ഓഡിറ്റോറിയത്തിന്റെ അവിടെ നിന്ന് തുടങ്ങി നമ്മുടെ റിവർ വളപട്ടണം റിവർ വരെ കാണിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, തൊട്ട് ബാക്കിലത്തെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. എന്നാലൊരു കണക്ടിവിറ്റി തീർച്ചയായിട്ടും കിട്ടുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഒന്ന് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടൊന്ന് കമന്റ് ചെയ്യുക. താങ്ക് സുഹൃത്തുക്കളെ, ഒരുപാട് സന്തോഷമുള്ള ദിവസമാട്ടോ ശരിക്കും. കണ്ണൂർ ബൈപ്പാസ് എക്സ്പ്ലോർ ചെയ്യാൻ വന്ന സമയത്താണ് കണ്ണൂർ ബൈപ്പാസിന്റെ മഹത്തായ അടിപൊളി വിഷ്വലാണ് ശരിക്ക് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. അതിഗംഭീരമായിട്ടുള്ള ഭംഗിയുള്ള ശരിക്ക് വളരെ സന്തോഷമുള്ളൊരു ഡേ ആണ് ഇന്നും ഇന്നലെയും. കണ്ണൂരിലെ കഴിഞ്ഞ 3 ദിവസങ്ങൾ ശരിക്ക് മാഹി ബൈപ്പാസ്, കണ്ണൂർ ബൈപ്പാസിന്റെ ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് ശരിക്കും. കണ്ണൂർ ബൈപ്പാസ് 4-5 ഘട്ടങ്ങളിലാണ് ശരിക്കും ഇത് ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തത്. കാരണം കണ്ണൂർ ബൈപ്പാസിനോട് ചാരെ പല ഭാഗങ്ങളിലും സർവീസ് റോഡില്ല, ചില ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ. അപ്പം സർവീസ് റോഡ് കൂടെ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഷൂട്ട് ചെയ്യുന്ന കാര്യം പോസിബിൾ അല്ല ശരിക്കും. ഈ ഭാഗങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇതാണോ എന്ന് വിചാരിക്കേണ്ട ശരിക്കും. ഇവിടുന്ന് അങ്ങോട്ടുള്ള വിഷ്വൽ ഇനി കണ്ടോളൂ ശരിക്കും. ഞാൻ ആ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയത് എല്ലാ ഭാഗങ്ങളും കാണിക്കണം എന്നുള്ളതാണ്. ഭംഗിയുള്ള കാര്യങ്ങൾ മാത്രമല്ല ശരിക്കും, അതെങ്ങനെയാണ് പോകുന്നത്, ഏത് അലൈൻമെൻറ്റിൽ കൂടെയാണ് ശരിക്കും കണ്ണൂർ ബൈപ്പാസിൻ്റെ പോക്ക്. ഇത്രയും ഭംഗി നിങ്ങൾ നോക്കിയാൽ ഞാൻ പറയുന്നതാണോ ശരിക്ക്? സ്വാഭാവികമായിട്ടും ഞാൻ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് സ്ലോലി കാണിക്കുന്നത് ശരിക്ക് അത്രയും എക്സ്പ്ലോർ ചെയ്യാനുള്ളതുകൊണ്ടാട്ടോ ശരിക്കും. ഒരു വേഗത്തിൽ ഫ്ലൈ ചെയ്ത് പോയാൽ അത് മനസ്സിൽ നിൽക്കില്ല എന്നുള്ളതാണ് ഞാൻ ശരിക്കും ഇഞ്ച് ബൈ ഇഞ്ച്. ഇവിടെയൊക്കെ ഏകദേശം ബേസിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ നോക്കി അറിയാൻ പറ്റും. പില്ലറിൻ്റെ വർക്കുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. ഇനി ക്രാഷ് ബാരിയർ ലിഫ്റ്റ് ചെയ്യാനുള്ള വർക്കുകൾ മാത്രമാണ് ഇവിടെ പെൻഡിങ് ഉള്ളത് ശരിക്കും. ഇവിടെ നിന്നുള്ളൊരു 360 ഞാനൊന്ന് സ്ലോ ആയി കാണിക്കുന്നത് ഇവിടുത്തെ ഒരു ഭംഗി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലെപ്പോഴും ശരിക്കും ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഈ ബൈപ്പാസ് യാഥാർത്ഥ്യമായി ഇതിലൂടെ വാഹനങ്ങൾ ശരിക്കും നോക്കി ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിക്കാം ശരിക്കും. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളെ കണ്ണൂർക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രവാസികൾക്ക് വേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ആളുകൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അവർക്ക് മുമ്പിൽ ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ്. തീർച്ചയായിട്ടും സപ്പോർട്ട് ഉണ്ടാവണം. നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് തീർച്ചയായിട്ടും കണ്ടോളൂ. നമ്മൾ ഈ എഫേർട്ട് ഇടുന്നത് അതല്ലെങ്കിൽ നമ്മൾ ഈ ശരിക്കും ഈ കാണിക്കുന്നത് കാണാൻ വിദേശ രാജ്യങ്ങളൊക്കെ ഒരുപാട് ആളുകൾ എന്ന നാട്ടിൽ ജോലി സംബന്ധമായ പുറം നാടുകളിൽ നിൽക്കേണ്ടി അത് നിർബന്ധമാണല്ലോ. മനുഷ്യന് ജോലി ചെയ്യാണ്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ജോലി സംബന്ധമായ അവരവരുടെ തൊഴിൽ സംബന്ധമായ കരിയർ സംബന്ധമായി നാട് കാണാൻ പറ്റാത്ത എല്ലാ ആളുകൾക്കും വേണ്ടി, ഏത് രാജ്യത്തുള്ള ആളുകൾക്കും വേണ്ടി ഞാൻ എൻ്റെ ഈ എഫേർട്ടും ഈ വീഡിയോയും ഈ വിഷ്വൽ ട്രീറ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ഡെഡിക്കേറ്റ് ചെയ്യുന്നു ശരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ കാണുന്ന ഒക്കെ ആളുകളൊന്ന് ചെയ്യുക. ഒന്ന് നമ്മളെ എഫേർട്ടിനെ മാനിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇവിടുന്ന് അങ്ങോട്ട് വിഷ്വലിൻ്റെ പൂരാണ്. കണ്ണൂർ ബൈപ്പാസാണ് കേരളത്തിലെ ഏറ്റവും ഭംഗിയുള്ള ബൈപ്പാസ് എന്ന് നിഷ്പക്ഷയം പറയാൻ പറ്റും. ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ശരിക്ക്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കണ്ണൂർ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം പാപ്പനശ്ശേരി ബാങ്ക് ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ നിന്നാണ് ശരിക്കും കണ്ണൂർ ബൈപ്പാസിൻ്റെ സ്റ്റാർട്ടിങ്. വളപട്ടണം ബ്രിഡ്ജ്, വളപട്ടണം റിവർ അല്ലേ, ആ ഭാഗമൊക്കെ കഴിഞ്ഞു. ഏകദേശം അവിടുന്ന് ഒരു 10 കിലോമീറ്ററാണ് ഞാൻ കാണിച്ചത്. 22 കിലോമീറ്ററാണ് ശരിക്കും കണ്ണൂർ ബൈപ്പാസിൻ്റെ ഏകദേശം നീളം, ലെങ്ത്ത്. കണ്ണൂർ സിറ്റിയെ ഒഴിവാക്കിക്കൊണ്ട് ബൈപ്പാസ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ സിറ്റിയുടെ തിരക്കുകളൊക്കെ ഒഴിവാക്കി, സിറ്റിക്കൊന്നും പറ്റില്ല, ഇങ്ങനെ കയറി ഇവിടുന്ന് എന്ത് ചെയ്യാണ്, നമ്മളെ ചാല ഭാഗത്താണ് ഇത് എന്ത് ചെയ്യുന്നത്, ഇത് ഈ ഭാഗത്ത് വന്നിറങ്ങുന്നത്. അപ്പം ശരിക്കും ആ ഭാഗങ്ങളൊന്നും ഡിസ്റ്റർബ് ചെയ്യാണ്ട് പോകുന്ന കണ്ണൂർ ബൈപ്പാസിൻ്റെ എൻ്റെ ഡീറ്റെയിൽ കാണിക്കുന്ന വീഡിയോ ആണ്. ഇപ്പം മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കൂ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇതിൻ്റെ വിഷ്വൽ ട്രീറ്റും ഇതിൻ്റെ വോയിസും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ബെസ്റ്റ് ആക്കുന്നുണ്ട്. അപ്പം എൻ്റെ വോയിസ് മാത്രം ശ്രദ്ധിക്കേണ്ട, വിഷ്വൽ എപ്പോഴും പറയാറുള്ള പോലെ വിഷ്വൽ ശ്രദ്ധിച്ചോളൂ. ഓക്കെ, ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ ഇവിടുന്ന് ഷൂട്ട് ചെയ്തു. ഏകദേശം ഒരു 4 മിനിറ്റുള്ള ഭാഗം ഞാൻ ഇവിടുന്ന് ഷൂട്ട് ചെയ്തു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഘട്ടങ്ങളായിട്ട് ഷൂട്ട് ചെയ്തിട്ട് ഫുട്ടേജ് ഒന്നിപ്പിക്കുന്ന ചടങ്ങാണ് ശരിക്കും. ഇനി ഇവിടെ നിന്നുള്ള ഈ സംഗതി കണ്ട ശരിക്കും ഇത് എങ്ങനെയാണ് പറയുക ശരിക്കും, കുറേ പറമ്പ് അല്ലെ, പിന്നെ കുറേ കായൽ, പിന്നെ കുറേ പാടം, ഇങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് പോകുന്ന അതിമനോഹരമായിട്ടുള്ള ബൈപ്പാസ്. ശരിക്കും മലപ്പുറത്ത് നിന്ന് വന്ന എനിക്ക് കണ്ണൂർ വന്ന സമയത്ത് ഇത് ഷൂട്ട് ചെയ്തപ്പം ശരിക്കും കണ്ണൂർക്കാരോടൊക്കെ അസൂയാണ് തോന്നുന്നത്. കാരണം എന്നും വർക്ക് കംപ്ലീറ്റ് ആകുമ്പം ഇതിലൂടെ പോകല്ലേ ശരിക്കും അല്ലേ. ഇതൊരു ടൂറ് പോകുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇതിൻ്റെയൊക്കെ നിർമ്മാണം അവസാനിക്കുന്ന ഘട്ടങ്ങൾ അല്ലെങ്കിൽ നിർമ്മാണം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതിലുള്ള യാത്ര ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ, മലപ്പുറത്തിൽ എനിക്ക് വല്ലപ്പോഴേ കണ്ണൂർ വരാൻ പറ്റുള്ളൂ. കണ്ണൂർ
കണ്ണൂരുള്ള ആളുകൾക്ക് ശരിക്കും ഈവനിങ് ഒക്കെ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സായാഹ്നം ഇപ്പോഴൊക്കെ ചില പാലത്തിൻ്റെ മേലെ ഓവർ ബ്രിഡ്ജിൻ്റെ മേലൊക്കെ നോക്കി അറിയാൻ പറ്റും, ഈവനിങ് ഒക്കെ ആളുകൾ ഇരുന്ന് സായാഹ്നം ചിലവഴിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ശരിക്കും നല്ല എല്ലാ ഭാഗങ്ങളും കാണിക്കുന്നുണ്ടോ. ഇവിടുന്ന് ഇങ്ങനെ പോവുകയാണ്, നമ്മളിപ്പോൾ ഈ പോകുന്ന ഭാഗം ചാല ഭാഗത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വിഷ്വൽ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടോളൂ. ഭംഗിയുള്ള വിഷ്വൽ മാത്രമല്ല, വോക്കിൻ്റെ അപ്ഡേറ്റ്സ് ഈ ഭാഗത്തൊക്കെ എന്തായി, എങ്ങനെയാണ് ഈ പ്രകൃതി ഭംഗിയിലേക്ക് പോകുന്നത് എന്നും കാണിക്കണമല്ലോ. ശരിക്കും പ്രകൃതി ഭംഗി മാത്രം കാണിച്ചാൽ ഇത്രയും മാത്രമാണ് കണ്ണൂർ ബൈപ്പാസ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട. അപ്പം അത് എങ്ങനെയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് വയലിലേക്കാണ് പോകുന്നത്. അത് ഗംഭീരമായിട്ടുള്ള വിഷ്വൽ. ഇവിടെയൊക്കെ പില്ലറിൻ്റെ വർക്കുകളെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയൊക്കെ ക്രാഷ് ബാരിയർ ഗട്ടർ പ്രീകാസ്റ്റ് ചെയ്യുന്ന വോക്ക്, ഗട്ടർ പ്രീകാസ്റ്റ് ചെയ്യാൻ വേണ്ടി നിരന്ന് നിൽക്കുന്നില്ലേ, വരിക്ക് നിൽക്കുന്നതാണ് ആ കാണുന്നില്ലേ, ജാതക്കാൾ നിൽക്കുന്ന പോലെ നീണ്ട് കിടക്കുന്ന പാടം, ഒരൊറ്റ തോട് പോകുന്നുണ്ട് അല്ലെ, നടുവ് കൂടെ ഒരു പ്ലസ് ഇട്ട പോലെ. എന്ത് സുന്ദരമാണ് ശരിക്കും. കണ്ണൂക്കാരെ കണ്ടോളൂ. നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ കേട്ടോ. തീർച്ചയായിട്ടും എൻ്റെ എഫേർട്ട് തീർച്ചയായിട്ടും ഇങ്ങനെ കാണുമ്പോൾ കണ്ണൂരുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ ഈ വിഷ്വൽ കാണണമെങ്കിൽ അല്ലേ, ഈ ഒരു ഡ്രോണിൻ്റെ സഹായം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇലക്ട്രിക്കൽ എക്യൂപ്മെൻറ്റിൻ്റെ സഹായം നിർബന്ധമാണ് അല്ലേ. ഒരു പക്ഷി പറന്ന് കാണുന്നത് പോലെ ഇത്രയും മനോഹരമായിട്ടുള്ള കണ്ണൂർ ബൈപ്പാസിൻ്റെ വിഷ്വലാണ്. ഞാനിത് 2 പാർട്ടാക്കാനുള്ള കാരണം ഞാൻ തീർച്ചയായിട്ടും ആദ്യ ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടെ പറയാം. ശരിക്കും ഇത്രയും നീണ്ടതായതിനെക്കൊണ്ട് എന്നെക്കൊണ്ട് എന്ത് ചെയ്യില്ല, ഒറ്റൊന്നിൽ ഒതുക്കാൻ പറ്റിയില്ല. ഞാനത് 2 പാർട്ടായിട്ട് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യുക, കണ്ടുപോകുന്നില്ല. ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. ശരിക്കും നമ്മളിപ്പോൾ കോഴിക്കോട് ബീച്ച് നമുക്ക് ഇഷ്ടമാണ്. കോഴിക്കോട് ബീച്ചിലേക്ക് നമ്മൾ പോകുമ്പോൾ കണ്ടൊരൊറ്റ പോക്കല്ലല്ലോ, ആ ഭാഗം നിന്ന് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യും എന്ന് പറഞ്ഞ പോലെ ഇത്രയും പ്രകൃതി സമ്പന്നമായ അല്ലെങ്കിൽ ഇത്രയും ലാൻഡ്സ്കേപ്പിൽ നാച്ചുറൽ ലാൻഡ്സ്കേപ്പുള്ള അല്ലെ, ദൈവം അനുഗ്രഹിച്ച് തന്ന അല്ലെ പ്രകൃതി ഭംഗിയുള്ള ഈ ഭാഗത്ത് കൂടെ ഒക്കെ പോകുന്നത് ശരിക്കും നോക്കിയേ. ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എനിക്ക് കണ്ണൂർക്കാരോട് അസൂയുണ്ട് തോന്നുന്നു. ഇത്രയും മനോഹരമായിട്ടുള്ള ഈ കണ്ണൂർ ബൈപ്പാസിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞ എല്ലാ തൊഴിലാളികൾക്കും ശരിക്ക് എന്ത് ചെയ്യുക, എല്ലാ തൊഴിലാളികൾക്കും ഹാർഡ് വർക്കും ശരിക്കും 1-2 മണിക്കൂർ ഈ വീഡിയോയ്ക്ക് വേണ്ടി എഫേർട്ട് ഇട്ടപ്പം ആ കൊണ്ട വെയിൽ എനിക്കറിയാം. തീർച്ചയായിട്ടും നമ്മളീ കാണുന്ന ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ ഒരുപാട് രാപ്പകൽ അധ്വാനിച്ച് അന്യ സംസ്ഥാന തൊഴിലാളികൾ, നമ്മുടെ സഹോദരങ്ങൾ എല്ലാവരും, ഏത് രാജ്യക്കാർ ഏത് മതക്കാരാവട്ടെ, എല്ലാവരോടും ആത്മാർത്ഥമായിട്ടുള്ളൊരു ബിഗ് സല്യൂട്ടാണ്. കാരണം നമ്മളീ കാണുന്ന രൂപത്തിലേക്ക് ഈ സംഗതിയെ മാറ്റിമറിച്ചത് ഒരു വിഭാഗം ആളുകളെ, 10,000-കണക്കിന് ആളുകളെ രാപ്പകലില്ലാത്ത അധ്വാനം ഉണ്ട്. ശരിക്ക് നമ്മൾ മുമ്പ് കണ്ട റോഡേ അല്ല, മുമ്പ് കണ്ട പാടമേ അല്ല. എന്ത് മാറ്റങ്ങളാണ് കഴിഞ്ഞ 3 വർഷങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുള്ളതെന്ന് ആലോചിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ കഴിഞ്ഞ 3-4 വർഷങ്ങൾ കൊണ്ട് ശരിക്കും ഇനി ഇവിടുന്ന് വരുന്ന ദിവസങ്ങളിലായിരിക്കും. കാരണം ഇതിൻ്റെ അലൈൻമെൻറ്റും ബേസിക് കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് കുറച്ച് പ്രൈമറി ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു അണ്ടർപാസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എങ്ങനെ തെളിഞ്ഞ് കാണാൻ പറ്റും. അണ്ടർപാസൊക്കെ കോൺക്രീറ്റ് ഇട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു കുറച്ച് ഭാഗം പ്രൈമറി ടാറിങ് ഒക്കെ കഴിഞ്ഞു. താഴെ റോഡ് പോകുന്നുണ്ടോ. ശരിക്കും എനിക്ക് റോഡ് ഇവിടുത്തെ വഴികൾ അത്രയും ഫെമിലിയർ അല്ല ശരിക്ക്. പിന്നെ അത് പഠിച്ച് നിൽക്കാൻ പറ്റില്ല, ഒരുപാട് സമയം എടുക്കുമല്ലോ. വീഡിയോ ഫുട്ടേജ് എടുക്കുന്നു, അതിനെക്കുറിച്ച് ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അതിനെക്കുറിച്ചൊരു വോയിസ് ഓവർ കാര്യങ്ങൾ വിവരിക്കുന്നു. ഇവരൊക്കെ പ്രീകാസ്റ്റ് ചെയ്യാനുള്ള ഗട്ടറുകൾ കാണാം. ശരിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടല്ല, ഘട്ടമല്ല, ഇവിടെ നിന്നൊക്കെ റോഡ് പോകുന്നുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് ഭാഗം കംപ്ലീറ്റ് ചെയ്ത് കാണാം. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇതൊക്കെ എന്താ കാണുന്നതെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. വിഷ്വൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് സ്റ്റേജിലാണ് കണ്ണൂർ ബൈപ്പാസ്. എത്രയേ ഉള്ളൂ. ഞാൻ ഈ ശരിക്കും മലപ്പുറത്ത് ഇങ്ങോട്ട് വണ്ടി ഓടിച്ച് വന്നത്, എൻ്റെ കാറെടുത്ത് വന്നത്, ഈ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കണ്ണൂരിലേക്ക് സ്വാഗതം പറഞ്ഞ് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മൾ വിളിച്ചിട്ടുണ്ട്. അതും പുറം രാജ്യങ്ങളിൽ, US നിന്ന് കാണുന്ന ആൾക്കാരുണ്ട്, സൗദിയിൽ നിന്ന് കാണുന്ന ആൾക്കാരുണ്ട്, ഒമാൻ, ബഹ്റൈൻ, UAE, അപ്പോൾ പല രാജ്യത്തു നിന്ന് കാണുന്ന ആളുകൾക്കൊക്കെ വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് തിരിച്ചുണ്ടാകും. നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മലപ്പുറത്ത് ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് വന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക്കിലേക്ക് പോകാം. ഈ റോഡ് അറിയുന്നവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എനിക്ക് അത്ര സമയമില്ല. ഞാൻ പറഞ്ഞു വന്ന സംഗതി അത് ഒരുപാട് ഇങ്ങനെ പഠിച്ച് നിൽക്കുമ്പം ഒരുപാട് ടൈം എടുക്കും അല്ലേ, വീഡിയോ എടുക്കാൻ കുറേ സമയം, അതിനെക്കുറിച്ച് പഠിക്കാൻ എല്ലാം കൂടെ ആകുമ്പോൾ അത് ലേറ്റ് ആകും. അപ്പോൾ ഞാൻ ഇന്ന് എടുത്ത വീഡിയോ ആണ് അല്ലേ. നമ്മളിപ്പോൾ ഇന്ന് നിൽക്കുന്ന ഡേറ്റ് 16-ാം തീയതിയാണ്. ഞാനത് 15-ാം തീയതി എടുത്ത വ്യാഴാഴ്ച എടുത്ത ഫുട്ടേജാണ് നിങ്ങൾ മുമ്പിൽ കാണിക്കുന്നത്. അപ്പം 2ാമത്തെ ഘട്ടം കഴിഞ്ഞ് ഇനി 3ാമത്തെ ഘട്ടത്തിന് വേണ്ടി ഞാൻ ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ വേണ്ടി പോവാം. അങ്ങനെ 4-5 ഘട്ടങ്ങളിലാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഈ സപ്പോർട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടും വീഡിയോ ലൈക്ക് ചെയ്തും തീർച്ചയായിട്ടും അറിയിക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട കണ്ണൂക്കാരോട്, അല്ലെങ്കിൽ ഈ കാണുന്ന എൻ്റെ ഈ കാഴ്ച കാണുന്ന എല്ലാ സുഹൃത്തുക്കളോടും എല്ലാവരോടും കൂടി ഞാൻ പറയുകയാണ്. അപ്പോൾ ഞാൻ തേർഡ് ഭാഗം
ഘട്ടം കാണിക്കുന്നത്. ഇവിടെ ഇതിങ്ങനെ പോയി ഷൂട്ട് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യില്ല, ഇതിനോട് ചാരി സർവീസ് റോഡ് ഇല്ല എന്നുള്ളത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും. അപ്പം ഞാനൊരു പോയിന്റിൽ നിന്നുകൊണ്ട് ഒരു 3 കിലോമീറ്ററൊക്കെ ഡ്രോൺ നിങ്ങളെ ഫ്ലൈ ചെയ്യുന്നു. RC റിമോട്ടിൽ സിഗ്നൽ വീക്ക് ആകുമ്പം അത് വാർണിംഗ് കാണിക്കും. എല്ലായിടത്തുനിന്ന് 3 കിലോമീറ്റർ കിട്ടിക്കോളണമെന്നില്ല, ചിലയിടത്തുനിന്ന് 3 കിട്ടും, 5 കിലോമീറ്റർ വരെ ഫ്ലൈ ചെയ്യാം. മാക്സിമം കമ്പനി പറയുന്നത് 20 കിലോമീറ്റർ വരെ എന്ത് ചെയ്യുക, നേരെ ഫ്ലൈ ചെയ്യുക. ഒരു 120 മീറ്റർ കുത്തനെ, എന്ന് വെച്ചാൽ 1 കിലോമീറ്റർ വരെ കുത്തനെ ഫ്ലൈ ചെയ്യാൻ പറ്റുന്നു. പല ഭാഗങ്ങളും അതിൻ്റെ റേഞ്ച്, കോട, തടസ്സങ്ങൾ, മൊബൈൽ ടവറൊക്കെ ഇതിനെ പ്രതികൂലമായിട്ട് ബാധിക്കും ശരിക്ക്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് കാണാം ശരിക്ക് ഒരു ഓവർപാസ് കാണാം ശരിക്ക് അല്ലേ. അതിനോട് ഒരു വീട് കണ്ടേ, ആ വീട്ടിലേക്കാണ് സർവീസ് റോഡ് പോകുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാം. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ നോക്കിയാൽ ഇവർക്കൊക്കെ ഒരുപാട് നല്ല നല്ല സ്പേസ് ഉണ്ട് ശരിക്കും. ഗട്ടറൊക്കെ പ്രീകാസ്റ്റ് ചെയ്യാനും ഇതിൻ്റെ ഇവിടെയൊക്കെ പില്ലേഴ്സിൻ്റെ എന്ന് വെച്ചാൽ ബേസ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അങ്ങനെ പറയാം ശരിക്കും. ഇവിടെയൊക്കെ JCBൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് കണ്ടു നോക്കി നിങ്ങൾ പറയുക ശരിക്കും അല്ലേ. എൻ്റെ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം പറയണത് നിങ്ങളാണ്. എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എൻ്റെ ഈ ഒരു പ്രൊഡക്റ്റാണ് കണ്ണൂർ വീഡിയോ ബൈപ്പാസിൻ്റെ ഒരു പ്രൊഡക്റ്റ്. ഇത് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ, ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ശരിക്കും തീർച്ചയായിട്ടും അവർക്കതൊരു ഇഷ്ടപ്പെടണം, അതിലൊരു കഴമ്പ് ഉണ്ടാവണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വിഷ്വൽ അതിഗംഭീരമായിട്ടുള്ള അല്ലേ. അപ്പോൾ അതിനൊപ്പം എൻ്റെ സംസാരം കൂടെ അതിനൊരു എക്സ്പീരിയൻസ് വേണം. അത് പെട്ടെന്ന് ഉണ്ടാവില്ല, വാങ്ങിക്കാനും കിട്ടില്ല. DJൻ്റെ ക്യാമറ വേണേൽ വാങ്ങിക്കാം, മൈക്ക് വേണേൽ മേടിക്കാം. ഈ റോഡിനെ കുറിച്ചുള്ള ടെക്നിക്കലി ടേംസൊക്കെ പഠിച്ച് വരേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ വളരെ ചുരുക്കമായിട്ടുള്ളൂ ചാനലിലേക്ക്. തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ ചങ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതുപോലെ നല്ല വീഡിയോ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, എറണാകുളം, കൊല്ലത്ത് കൂടെ പോകുന്നുണ്ടോ, ഹൈവേ പോകുന്നുണ്ടോ, ഇനി പത്തനംതിട്ട, കോട്ടയം ഒക്കെ അങ്ങോട്ട് ട്രിവാൻഡ്രം വരെ ഞാൻ എന്ത് ചെയ്യാം, എക്സ്പ്ലോർ ചെയ്ത് ഒരു തല തൊട്ടിട്ട് കാണിക്കാം. തീർച്ചയായിട്ടും അതിന് വേണ്ടത് ഒറ്റ സാധനം മതി, നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായാൽ തീർച്ചയായിട്ടും മതി. അപ്പോൾ ഞാൻ ആവർത്തിച്ച് പറയണത് ഇതിൻ്റെ പിന്നിലൊരു എഫേർട്ടുണ്ട്, നല്ല എഫേർട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും തിരിച്ചും എന്നെ തിരുത്തുകയും എന്നെ ലൈക്ക് ചെയ്യുകയും അതുപോലെ എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ബോറാക്കാതെ പറഞ്ഞു കേട്ടോ. നിങ്ങൾ കണ്ടു, ഞാൻ ആദ്യം പറഞ്ഞ ഭാഗം ഇതാണ്. കേരളത്തിലെ ഏറ്റവും ഭംഗിയുള്ള ബൈപ്പാസ് അല്ലെങ്കിൽ ഏറ്റവും ഭംഗിയുള്ള നാഷണൽ ഹൈവേയുടെ ഭാഗങ്ങൾ ശരിക്കും, അതിൻ്റെ മേജർ ഭാഗങ്ങൾ കൊണ്ടുപോയത് കണ്ണൂക്കാരായ നിങ്ങളാണ് ശരിക്കും. ഇത് നോക്കിയാൽ ശരിക്കും ഇതെങ്ങനെ ശരിക്കും ഞാൻ എക്സ്പ്ലോർ ചെയ്യാണ്ട് വിടുക. ഇത് കാണുന്ന സമയത്ത് ഏകദേശം ബേസ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് കാണുന്ന സമയത്ത് ഓർമ്മ വരുന്നത് അല്ലെങ്കിൽ ഓർക്കേണ്ടത് ശരിക്കും ഇത് കംപ്ലീറ്റായി, ലൈനപ്പൊക്കെ കഴിഞ്ഞു, വെള്ള വരൊക്കെ വരച്ചു, കറുത്ത റോഡ്, പച്ചപ്പ്, കായൽ അല്ലെങ്കിൽ വെള്ളം കാണുന്ന സമയത്ത് ഇതിലൂടെ ഡ്രൈവ് ചെയ്യുന്നൊരു എക്സ്പീരിയൻസ് ആലോചിച്ച് നോക്കി. അത് കണ്ണൂർക്കാർക്ക് ഡെയിലി വേണേ പോവാം അല്ലേ, നിത്യേനെ, വീക്കിലി ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കംപ്ലീറ്റ് ആണ്. ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വർഷങ്ങൾ 2023 ലാസ്റ്റോട് കൂടിയിട്ടാണല്ലോ, 2023 നമ്മൾ നാഷണൽ ഹൈവേയുടെ ഭംഗി നമ്മൾ ശരിക്കും കാണാൻ തുടങ്ങിയത്. വർക്ക് നടക്കുന്ന സമയത്തൊക്കെ ഇത്രയും സുന്ദരമായിട്ടാണ് സുന്ദരമായിട്ടാണിത് പോകാന്നുള്ളത് അത്രയും ദീർഘവീക്ഷണം എനിക്കുണ്ടായിരുന്നില്ല. ഞാനൊക്കെ ഇതിലേക്ക് വന്നപ്പോഴാണ് ശരിക്ക് നാഷണൽ ഹൈവേ, കണ്ണൂർ ബീച്ചില്ല, കോഴിക്കോട് ബീച്ചിന് മാത്രമല്ല, മുഴുപ്പിലങ്ങാടി ബീച്ചിന് മാത്രമല്ല, ഈ നാഷണൽ ഹൈവേക്കും ഭംഗിയുണ്ട്. എൻ്റെ ചെറുത്താറിനും ശരിക്കും അതിഗംഭീരമായിട്ടുള്ള ഭംഗിയുണ്ടെന്ന് മനസ്സിലായത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ കേട്ടോ. ഞാൻ അതുകൊണ്ടാണത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ബോറാക്കുന്നുണ്ടെങ്കിൽ സോറി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം, നിങ്ങളെ സപ്പോർട്ടും വേണം. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ വിഷ്വൽ ഇങ്ങനെ മുമ്പോട്ട് പോയി ഇവിടെയുള്ള വർക്കിൻ്റെ ഒക്കെ പ്രോഗ്രസ് കാണുന്നുണ്ടല്ലോ നിങ്ങളെ. ഏകദേശമൊക്കെ പ്രൈമറി മെറ്റൽ അമർത്തുന്ന സ്റ്റേജൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ ഇവിടെ ഇനി അടുത്ത മാസങ്ങൾ കൊണ്ട് ഈ വർഷം മിഡിലൊക്കെ ആകുന്ന സമയത്ത്, ഏകദേശം ഇതിനേക്കാൾ മിഡിലൊക്കെ ആകുന്ന സമയത്ത് ഇതൊന്നും കൂടെ വീഡിയോ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഈ ഗട്ടറൊക്കെ പ്രീകാസ്റ്റ് ചെയ്ത് ഇതിൻ്റെ പൂർണ്ണ രൂപം ഏകദേശം കറുത്ത ടാറ് വിരിച്ചല്ല, ഒരു പായ വിരിച്ച പോലെ ഇങ്ങനെ കാണാം. അപ്പുറം ലെഫ്റ്റും റൈറ്റും പച്ചപ്പും. ഞാൻ പറ്റ ലാഗാക്കുന്നില്ല, എന്നാൽ പറ്റ ഫാസ്റ്റും ആക്കുന്നില്ല. ഇവിടെയൊക്കെ ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്, കുറച്ച് വേഗത്തിൽ കാണിക്കുന്നുണ്ട്. ഇവിടെ കണ്ടില്ല, ആ തലന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഗട്ടർ ലിഫ്റ്റ് ചെയ്ത് വൺ സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. വൺ സൈഡ് കംപ്ലീറ്റ് ആക്കുന്നു. ഇപ്പോൾ അടുത്തൊരാഴ്ച പോയാൽ ഇനിയും ഇവിടുന്ന് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, അല്ല ഇനിയും അതിൻ്റെ മാറ്റങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു എൻ്റെയർ ആയിട്ടുള്ള ഭാഗം ഞാൻ ഒന്നും കൂടെ ലോങ് വ്യൂവിൽ ഞാൻ എന്ത് ചെയ്തുതരാം, കാണിച്ചു തരാം. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ ശരിക്ക്. ഓക്കെ, ഞാൻ എപ്പോഴും മുമ്പത്തൊക്കെ വീഡിയോ ശരിക്കും എൻ്റെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റാണ് എൻ്റെ ഒരു ടൈമിങ്. ഏതൊരു വീഡിയോ നോക്കിയാലും അറിയാൻ പറ്റും. ഞാനൊരു 15 മിനിറ്റ് മേലെ 17 മിനിറ്റിന് മേലുള്ള വീഡിയോസ് ഞാൻ ചെയ്യാറില്ല. ഇത് രണ്ടും കണ്ണൂർ ബൈപ്പാസിന് 2 വീഡിയോയും 19 മിനിറ്റ് 17 മിനിറ്റിലേക്ക് ആയിട്ടുണ്ട്. ശരിക്കും കട്ട് ചെയ്യാനുള്ള വിഷ്വൽ ഇല്ല. ഇതിൻ്റെ ഫുൾ ഇപ്പം ഞാൻ ഈ ഇടുന്ന ഈ വീഡിയോൻ്റെ ഫുൾ ഫുട്ടേജിൻ്റെ ലെങ്ത്ത് 47 മിനിറ്റ്. 47 മിനിറ്റ് എന്നാണ് ഇപ്പോൾ കാണുന്ന ഈ 19 മിനിറ്റിലേക്ക് ഞാൻ എന്ത് വേഗത കൂട്ടിയും അത്യാവശ്യമില്ലാത്ത ഫുട്ടേജ് കട്ട് ചെയ്തിട്ടുമാണ് ശരിക്കും എന്ത് ചെയ്യുന്നത് കാണിക്കുന്നത്.
അപ്പോൾ ഇനി അങ്ങോട്ട് എങ്ങനെയാണ് വേണ്ടത് തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട സ്ഥലങ്ങളും സപ്പോർട്ട് ചെയ്യുക. പല ആളുകളും കാസർഗോഡ് തീർച്ചയായിട്ടും ഈ കാണുന്ന പ്രേക്ഷകർ പറഞ്ഞോളൂ, എവിടേക്കാണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം, എവിടേക്കാണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ആ ഭാഗം ഞാൻ എന്ത് ചെയ്യുക സ്പെഷ്യൽ ചെയ്ത് അഡ്വാൻസ് ആയിട്ട് മുൻപിൽ കാണിക്കുക. അതിനൊരു പ്രയോറിറ്റി കൊടുത്തിട്ട് എന്ത് ചെയ്യുക വീഡിയോ ചെയ്യുക. കാരണം ഈ വീഡിയോ ഒരിക്കൽ കൂടെ പറയാം, മുഷിഞ്ഞാലും വേണ്ടില്ല, ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇതിന് വെയിൽ കൊള്ളുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സന്തോഷം, ഇതിൻ്റെ റിസൾട്ട് ഈ പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് കൊടുത്ത് അതിന് കിട്ടുന്ന നല്ല കമൻസാണ് ശരിക്കും, അതിന് കിട്ടുന്ന അഭിപ്രായങ്ങൾ, നല്ലത് നല്ല അഭിപ്രായം നിങ്ങളാണ് ശരിക്കും എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഊർജ്ജം അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി എഫേർട്ട് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് തോന്നിപ്പിക്കുന്ന സംഗതി അതാണ്. ഒരേ സൈഡിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നു തോന്നുന്നതട്ടെ ശരിക്കും ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത് ഈ ഭാഗത്തെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ സ്ലോലി സ്പീഡിലും വേഗത്തിലുമായിട്ട് പല ആംഗിളിൽ നിന്ന് കാണിക്കുന്ന ഈ എൻ്റയർ ആയിട്ടുള്ള ഭാഗം കവർ ചെയ്യാന്നുള്ളതുകൊണ്ടാണ്. അപ്പം ഞാൻ ഇവിടെ തന്നെ നിന്ന് ഇങ്ങനെ സമയം കളയാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അപ്പം എങ്ങനെയാണ് വേണ്ടത്, മാറ്റങ്ങൾ വേണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തോളൂ. നമ്മളെ എന്ത് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുക പല കോലത്തിൽ എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം കാണിക്കാം. വരുന്ന ദിവസങ്ങളിലൊക്കെ ഇതിനേക്കാൾ വീഡിയോ നന്നാവും തീർച്ചയാണ്. ഒന്നും കൂടെ എനിക്ക് എക്സ്പീരിയൻസ്ഡ് ആവും. ഞാൻ മാക്സിമം നല്ല ഫുട്ടേജാണ് കാണിക്കുന്നത്, എനിക്കൊരു വിശ്വാസമുണ്ട്, അതിലെനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഫുട്ടേജിൻ്റെ കാര്യത്തിൽ. അതിൽ വീഡിയോഗ്രാഫി ഇനിയുള്ളത് ഇതിൻ്റെ ഒപ്പം വിശദീകരണം ഇതിൻ്റെ ഓരോ വർക്ക് പ്രോസസ് ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ അതും കൂടെ ആളുകൾക്ക് മനസ്സിലാവുന്ന, കണക്ട് ചെയ്യുന്ന, ഇവിടെ നാട്ടിലില്ലാത്ത ആളുകൾക്കും കൂടെ ഗുണകരമാവുന്ന രീതിയിലേക്ക് ആവണം. അതിന് കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അത് തുടക്കത്തിലേ കിട്ടൂല, അതിങ്ങനെ ശരിയായി വരണം. അപ്പം എനിക്ക് എൻ്റെ ഒരു എഫേർട്ട് ഉണ്ട്, അത് ചെയ്യാൻ നന്നായിട്ട് ചെയ്യാനുള്ള എഫേർട്ട് ഉണ്ട്. ആ എഫേർട്ടിനെ മാനിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ വിഷ്വൽ കാണിച്ച ഈ ഭാഗം നമ്മൾ കാണിച്ചിട്ടില്ല കേട്ടോ. അവിടെ നിന്ന് വരുന്ന സമയത്തുള്ള ഭാഗങ്ങളാണ് ശരിക്കും പുല്ലൂപ്പിപ്പുഴയുടെ ഭാഗങ്ങളാണെന്നാണ് തോന്നുന്നത് അല്ലേ. ഇതൊക്കെ ഭാഗം പുല്ലൂപ്പിപ്പുഴയുടെ ഭാഗങ്ങളാണ്. കണ്ണൂർക്കാരെ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. വെൽക്കം ടു കണ്ണൂർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാരുണ്ട്. കണ്ണൂരിലേക്ക് സ്വാഗതം ചെയ്ത ആൾക്കാരൊക്കെ അത് കാണുന്നുണ്ടോ? ഓക്കെ, കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം. നിങ്ങൾ കണ്ടു എന്ന് എനിക്ക് മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും കമൻറ്റിലൂടെയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും പറയുക, ഇനി ഇതിൽ കൂടുതൽ തൊള്ളടാൻ എനിക്ക് കഴിയൂല. എൻ്റെ ഒരു എനർജി ലെവൽ, എൻ്റെ ഒരു ശബ്ദത്തിൻ്റെ ലെവൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. ഇവിടെയൊക്കെ വർക്ക് അപ്ഡേറ്റഡ് ആണ് ശരിക്കും, കണ്ടില്ലേ? യെസ്, ഇതൊക്കെ നോക്കിയേ ശരിക്ക്. ഓക്കെ, ഇതൊന്നും ഇങ്ങനെ പോയാൽ ആവർത്തന വിരസരതല്ല, അതാണെന്ന് വിചാരിക്കരുത്. ഇതൊന്നും ഇങ്ങനെ ഫാസ്റ്റ് ചെയ്ത് പോയാൽ അത് നിൽക്കൂല. അത് അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന സംഗതി നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സ്പോട്ട് നമ്മൾ കണ്ടു പോവുകയാണോ ചെയ്യുക. അവിടെ കുറച്ച് നേരം ഇരുന്ന് അത് ആ ഫീൽ ഉൾക്കൊള്ളുകയാണ് ചെയ്യുക. നമ്മൾ അവിടെ നേരം കുറച്ച് നേരം ഇരുന്ന് ആ ഫീൽ ഉൾക്കൊള്ളുക. അതുപോലെയാണ് ശരിക്കും ഇത്രയും ഭംഗിയുള്ള ഈ വിഷ്വൽ കേട്ടോ. ഞാൻ അധികം ശരിക്കും ഈ സംഗതി നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട്, ആദ്യ ഭാഗം ഇതിൻ്റെ നമ്മുടെ ചാനലുണ്ട്. ഇവരവരെ യാർഡാണ്, ഇവരെ സന്നാഹം, യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള സന്നാഹം ഒരുക്കുന്നത്, നാഷണൽ ഹൈവേ എന്നുള്ള യുദ്ധത്തിന് സന്നാഹം ഒരുക്കുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഇതിൻ്റെ അവസാന ഭാഗം ഞാൻ എടുക്കുന്നത്. ഇതും കൂടെ ഞാൻ കാണിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിന്ന് എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. ഇവിടെ കണ്ടില്ലേ, ഇതൊക്കെ ലിഫ്റ്റ് ചെയ്യാനുള്ള, പ്രീകാസ്റ്റ് ചെയ്യാനുള്ള ഗേട്ടുകളാണ്. അതൊക്കെ ഈ കാണുന്ന ഗേട്ടുകളൊക്കെ ഇനി മുമ്പിൽ കാണുന്ന പില്ലർ തന്നെയല്ലേ പറയാം, പില്ലറിലേക്ക് എന്ത് ചെയ്യും, പീഡ് അങ്ങനത്തെ ഒരു വാക്ക് ഉണ്ടല്ലോ അല്ലേ, അതൊന്ന് എന്താണ് ശരിക്കും പില്ലർ എന്ന് പറയാം. ഏതായാലും ഇതിലേക്ക് ഇപ്പോൾ അടുത്ത മാസങ്ങളെ കൊണ്ട് ഈ ഫെബ്രുവരി മാസം മാർച്ചോട് കൂടിയിട്ട് ഇതൊക്കെ ഇതുമ്മിലേക്ക് ഇങ്ങനെ കയറും. ഇതുമ്മിലേക്ക് കയറുന്നതോട് കൂടിയിട്ട് ഇതിൻ്റെ മുഖം ഒന്ന് ശരിക്കും എന്ത് ചെയ്യും, ഒന്നും കൂടെ മാറും. ഓക്കെ, അപ്പോൾ ഏകദേശം കണ്ണൂർ ബൈപ്പാസിൻ്റെ എൻ്റെയർ ഭാഗം ഞാൻ കാണിച്ചു എന്നുണ്ട്. ഇനി എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ, ബെറ്റർ ആക്കി കൊണ്ടുവരാം. ഞാൻ മാഹി ബൈപ്പാസിൻ്റെ ആ ഭാഗം കൂടെ കാണിക്കാൻ താല്പര്യമുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് മാഹി കോഴിക്കോടുള്ള വീഡിയോ, കാസർഗോഡിൻ്റെ വീഡിയോ ഒക്കെ അടുത്ത വീഡിയോ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നിങ്ങളുടെ മുമ്പിൽ. തീർച്ചയായിട്ടും ഇതുവരെ തന്ന സപ്പോർട്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ കണ്ടിന്യൂ. ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞു. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്ത്, ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും മുമ്പിലും ഒരു ബിഗ് സല്യൂട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ. ലാസ്റ്റ് ഷോട്ടുകളാണ് ശരിക്കും. ഞാൻ ഈ ഭാഗം കൂടെ തിരിച്ച് ഒന്ന് എൻ്റെയർ ആയിട്ട് കാണിച്ചുകൊണ്ട് ഇവിടെയൊക്കെ എന്താ പറയുക, എങ്ങനെയാണിത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എങ്ങനെയാണിത് വരുന്നതെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിഷ്വലൊക്കെ കാണിക്കുന്നത്. ഇവിടുന്ന് ഒന്ന് റൗണ്ട് ഒന്ന് സർക്കിൾ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ കണ്ണൂർ ബൈപ്പാസിൻ്റെ സെക്കൻഡ് പാർട്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇതിൻ്റെ ഒരു ലോങ്, നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഒരു ലോങ് വ്യൂ ആണ് ശരിക്കും. ഇതിനൊക്കെ ഭംഗിയുണ്ട്, നല്ല ഭംഗിയാണ്. ഇതൊക്കെ എങ്ങനെ ഞാൻ ഡിലീറ്റ് ചെയ്യുക നിങ്ങൾ പറ. ഓക്കെ, നിങ്ങളെ നാടല്ലേ കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ഉണ്ടാവണം. നമ്മുടെ നാട് അല്ലേ, എല്ലാവരും കൂടെ കണ്ണൂരാണ് ശരിക്കും. ഒരുപാട് ഇഷ്ടപ്പെട്ട കണ്ണൂരിൻ്റെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് കണ്ണൂരിൽ നിന്ന് മടങ്ങും, കോഴിക്കോട്ടേക്ക് കിടക്കും. ഞാനിപ്പോൾ ഉള്ളത് മാഹിയിലാണ് കേട്ടോ. ഇനി ബാക്കിയുള്ള കാര്യം മാഹി കാണിക്കും. കാസർഗോഡേക്ക് ഞാൻ വരുന്നുണ്ട്.
അപ്പം എല്ലാവർക്കും വൺസ് അഗൈൻ ഞാൻ നേരത്തെ ഒരു താങ്ക് യു പറഞ്ഞു. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഓൾ ഓഫ് യു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ ചങ്കുകൾക്കും എല്ലാ ഗൈസിനും തീർച്ചയായിട്ടും നന്ദി. താങ്ക് യു. ബൈ.